ഞാൻ ആദ്യം മുതൽ ഒരു കാര്യം പറഞ്ഞതാണ്. ഇവിടെ ശബരിമല കൊള്ള ഒളിപ്പിക്കാനും അവിടുന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവിടുത്തെ സർക്കാർ അവരുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ആദ്യം മുതൽ പറഞ്ഞതാണ്. ഒക്ടോബർ 3 എൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞതാണ്. ഈ SITയോ ഈ കേരള പോലീസോ ഇവരുടെ അന്വേഷണത്തിന് ഒന്നും നടക്കില്ല, ഒന്നും തെളിവാവില്ല. ഏകദേശം 6 മാസമായി. ഇനിയും നമുക്ക് ആര് ചെയ്തു, ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ, ഇത് ഇന്ന് വരെ ഈ സർക്കാരിന് ഈ കേരള പോലീസിനും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഈ അന്വേഷണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത അന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഒരു ചുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല SIT. എന്നിട്ടും അറസ്റ്റ് ചെയ്തു. അതല്ലേ ഇപ്പോൾ കോർട്ടും പറഞ്ഞത്. ഒരു കണക്ക് തെളിവില്ല, ഒരു ഷെഡ് എവിഡൻസ് ഇല്ല, ഒരു അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ലാതെ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് ചെയ്തു എന്നാണ് ചോദ്യം. ഞാനിപ്പോൾ ആരെയും ന്യായീകരിക്കാനല്ല, അത് ഞങ്ങളുടെ നിലപാടല്ല. പക്ഷെ എന്തുകൊണ്ട് ആ സമയത്ത് ഒരു തെളിവില്ലാണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്കുണ്ട് അതിന് മറുപടി, അതിന്റെ ഒരു ഉത്തരം ഞങ്ങൾക്കുണ്ട്. അത് ശ്രദ്ധ തിരിക്കാൻ വാസവന്റെ ഇതിന്റെ ഇൻവോൾവ്മെന്റും കടകംപള്ളി സുരേന്ദ്രനായ മുൻ ദേവസ്വം മന്ത്രിന്റെ ഇൻവോൾവ്മെന്റിൽ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രം. ഇതിൽ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഔൺസും സംശയമില്ല. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും കോർട്ട് ഇപ്പോ കൃത്യമായി പറഞ്ഞതും ഒരു തെളിവില്ലാണ്ട് അറസ്റ്റ് ചെയ്തത് ഒരു തന്ത്രമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള പോലീസ് ചെയ്തത്. ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളെ വാസവെന്നും കടകംപള്ളി സുരേന്ദ്രനും ശ്രദ്ധ തിരിക്കാനാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യവും മിഞ്ഞാന്ന് പറഞ്ഞ കാര്യവും ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിന്റെ പുതിയ പേരാണ് കേരളം, ഭഗവാന്റെ ഒരു നാടാണ് കേരളം. ഈ നാട്ടിൽ വിശ്വാസികളെ ദ്രോഹിക്കാൻ, തന്ത്രിമാരെ ദ്രോഹിക്കാൻ, നിങ്ങളെ കൊള്ള ഒളിപ്പിച്ച് മറ്റവരെ ദ്രോഹിക്കാൻ നിങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങളത് സമ്മതിക്കില്ല. ഇതിലാർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് VD സതീശനാണോ, സഖാവ് പിണറായി വിജയനാണോ, BJP NDA ഇത് സമ്മതിക്കില്ല. ഒരു പെർമിഷൻ കൊടുക്കണം. ഇത് നമ്മൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി വന്നപ്പോൾ ഒരു വെല്ലുവിളി അദ്ദേഹം കൊടുത്തു. CMന് ഇത് സിൻസിയറായിട്ട് അന്വേഷിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ CBIന് കൊടുക്കൂ കേസ്. കേരള പോലീസ് 6 മാസം അന്വേഷിച്ചതല്ലേ? കേരള പോലീസ് 6 മാസം അന്വേഷിച്ചതല്ലേ? അത് ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ. ഇനിയിപ്പോ CBIന് കൊടുക്കൂ. രണ്ടാമത്തത്. മൂന്നാമത്തത്, 2018 3000 പേര്, അതിനേക്കാൾ കൂടുതൽ സാധാരണ വിശ്വാസികളെ എതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ കേസ് പിൻവലിക്കൂ, മാപ്പി ചോദിക്കൂ. ഇതാണ് 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ശകലം ഉളുപ്പുണ്ടെങ്കിൽ, അത് ഉളുപ്പുണ്ടോ ഉളുപ്പില്ലെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അല്ല, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വിഷയത്തിൽ നടത്തുന്ന അന്വേഷണങ്ങളിൽ തൃപ്തിയാണ്. അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ BJP ഇത് ഇത്തരത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും? അല്ല, ഞാൻ വലിയ വിദ്വാനൊന്നുമല്ല, കുറച്ച് സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണ്. ഞാൻ പറയുന്നത് 6 മാസം മുമ്പെയാണ് ഈ കൊള്ളയെ കുറിച്ച് ന്യൂസ് പുറത്തു വന്നത്, വാർത്ത പുറത്തു വന്നത്. 6 മാസം അന്വേഷിച്ചിട്ട് നമ്മൾ എവിടെയാണെന്ന്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രോത്സാഹിച്ചത്, ആരാണ് സപ്പോർട്ട് കൊടുത്തത് കണ്ടുപിടിക്കണ്ടേ? ഇത് കേരള പോലീസ് അല്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലേ? അവർക്ക് കഴിയില്ലേ ഇത് ചെയ്യാൻ? കഴിയില്ലെങ്കിൽ പറയണം, ഇനി ഞങ്ങൾക്കത് സാധിക്കുന്നില്ല, CBI അന്വേഷിക്കട്ടെ, അത് പറയണ്ടേ? അതും പറയില്ല. എല്ലാവരും ബെയിലില് പുറത്താക്കും, കേസ് ഫയൽ ചെയ്യില്ല. എന്നിട്ട് ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രിന്റെ എതിരെ ഒരു എവിഡൻസ് ഇല്ലാണ്ട്, ഒരു തെളിവില്ലാണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതല്ലല്ലോ വേണ്ടത്. എന്താണ് ജനങ്ങളുടെ ആവശ്യം? ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇത് ആര് ചെയ്തു?
ആരാണ് ഈ 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരായിരുന്നു? ആരുടെ സഹായവും ആരുടെ പിന്തുണ കൊണ്ടാണ് അദ്ദേഹം അത് കയറി ഇങ്ങനെ ഒരു പാപം ചെയ്തത്? ഇത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നല്ലേ SIT പറഞ്ഞത്? അതല്ലേ സർക്കാർ പറഞ്ഞത്? അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കൃത്യമായി ചോദ്യത്തിന്റെ ഒരു ഉത്തരം. ആര് ചെയ്തു ഈ തെറ്റ്? ആര് ചെയ്തു? കൊള്ള ആര് ചെയ്തു? ആരാണ് ജയിലിൽ പോകേണ്ടത്? അതല്ലേ നമ്മൾ ആവശ്യം.